നമസ്കാരം. ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദ്ദമായ സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്നത് കളമെഴുത്തും പാട്ടും എന്താണ്, അതിൻ്റെ ഐതിഹ്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ്. പണ്ട് രാക്ഷസവംശം വിഷ്ണു ചക്രത്താൽ നശിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ 4 രാക്ഷസ സ്ത്രീകൾ പാതാളത്തിൽ ചെന്ന് ഒളിച്ചിരുന്നു. അതിൽ ഒരു രാക്ഷസി ബ്രഹ്മാവിനെ തപസ്സു ചെയ്ത് രാക്ഷസവംശത്തിന്റെ നിലനിൽപ്പിനായി തനിക്ക് ഒരു സന്തതിയെ വേണമെന്ന് അങ്ങട് ആവശ്യപ്പെട്ടു. അങ്ങനെ ബ്രഹ്മാവിന്റെ അനുഗ്രഹത്താൽ ദാരികൻ എന്ന പുത്രൻ ആ രാക്ഷസിക്ക് അങ്ങട് ജനിച്ചു. ദാരികന് യൗവനം ആയപ്പോ രാക്ഷസവംശത്തിന്റെ അഭിവൃദ്ധിക്കായി ബ്രഹ്മാവിനെ ദാരികൻ വീണ്ടും തപസ് ചെയ്ത് അനേകം ദിവ്യായുധങ്ങൾ ദാരികൻ സ്വന്തമാക്കി. ആ സമയത്ത് ബ്രഹ്മാവ് ദാരികനോട് ചോദിച്ചു, എല്ലാ അസുരന്മാരും അവസാനം ചോദിക്കുന്നൊരു വരമുണ്ട്, ആരാലും വധിക്കപ്പെടരുത് എന്ന വരം. അപ്പോ നിനക്ക് ആ വരം വേണ്ടാന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ബ്രഹ്മാവ് ദാരികനോട് ആ ചോദ്യം ചോദിച്ചപ്പോ തന്റെ ശക്തിയിൽ അഹങ്കാരം കൊണ്ട ആ ദാരികൻ ആ വരം വേണ്ടാന്നു പറഞ്ഞു. അത് കേട്ടപ്പോ ബ്രഹ്മാവ് പറഞ്ഞു, ശരി, എന്നാൽ സ്ത്രീയാൽ തന്നെ നീ വധിക്കപ്പെടുമെന്ന് പറഞ്ഞ് ബ്രഹ്മാവ് അങ്ങട് മറഞ്ഞു. ദാരികൻ പാതാളത്തിൽ നിന്നും പുറത്തു വന്നു. ത്രിലോകങ്ങളും കീഴടക്കി ഭയന്നോടിയ ദേവന്മാരും മുനികളും കൈലാസത്തിലെത്തി ശ്രീപരമേശ്വരനിൽ അഭയം തേടി. ദാരികന്റെ ദുഷ്ടതകൾ കേട്ട് കോപിച്ച പരമശിവന്റെ തൃക്കണ്ണിൽ നിന്നും ഭദ്രകാളി ഉത്ഭവിച്ചു. ശ്രീപരമേശ്വരന്റെ നിർദ്ദേശപ്രകാരം ഭദ്രകാളി അനേകായിരം ഭൂതഗണങ്ങളോടും ഖണ്ഡാകർണനോടുമൊപ്പം വേതാളത്തിന്റെ പുറത്ത് കയറിച്ചെന്ന് ദാരികനെ പോരിന് വിളിച്ചു. അങ്ങനെ ഭദ്രകാളിയും ദാരികനുമായി ഘോരയുദ്ധം തുടങ്ങി. ഒടുക്കം ദാരികന് പരാജയം ഉണ്ടാകുമെന്ന് ഭയന്ന ദാരികന്റെ പത്നി പരമശിവനോട് തന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ വരം വേണമെന്ന് അങ്ങട് അപേക്ഷിച്ചു. ക്ഷിപ്രപ്രസാദിയായ പരമേശ്വരൻ തന്റെ നെറ്റിയിൽ നിന്നും വിയർപ്പ് വടിച്ചു നൽകി. ഇത് ആരിൽ പ്രയോഗിക്കുന്നുവോ അവൻ വീണുപോകുമെന്ന് പറഞ്ഞു. വസൂരിയുടെ വിത്താണ് ഭഗവാൻ നൽകിയ ആ വിയർപ്പ് തുള്ളി. അങ്ങനെ ശ്രീപരമേശ്വരൻ നൽകിയ വിത്തുമായി തിരിച്ചു പോന്ന ദാരികന്റെ പത്നി തിരിച്ചു വന്നപ്പോ കണ്ടത് തന്റെ ഭർത്താവിന്റെ ശിരസുമായി കോപാക്രാന്തിയായി വരുന്ന കാളിയെയാണ്. കോപവും സങ്കടവും കൊണ്ട് ദാരികന്റെ പത്നി ആ വസൂരിയുടെ വിത്ത് ഭദ്രകാളിയുടെ നേരെ അങ്ങട് എറിഞ്ഞു. ഉടനെ ദേവി കുഴഞ്ഞു വീണു. അതേ സമയത്ത് ഭദ്രകാളിയുടെ കൂടെയുണ്ടായിരുന്ന ഖണ്ഡാകർണൻ ദേവിയുടെ വ്രണങ്ങൾ നക്കിയെടുത്ത് ദേവിയെ അസുഖത്തിൽ നിന്നും മോചിപ്പിച്ചു. അങ്ങനെ ഭഗവതിയെ വിട്ട് ഓടിയ ആ വസൂരി ദേവതയെ ഭദ്രകാളി പിടിച്ച് കൈകാലുകൾ ബന്ധിച്ച് കണ്ണും കാതും കുത്തിപ്പൊട്ടിച്ചു. തന്നെ വധിക്കരുതെന്ന് അപേക്ഷിച്ച ആ വസൂരിമാലയെ ദേവി തന്റെ അധീനതയിലാക്കി. അന്നു മുതൽ ഭദ്രകാളിയുടെ കീഴിലാണ് വസൂരി ദേവത. കോപാക്രാന്തിയായി വേതാളത്തിന്റെ പുറത്ത് പാഞ്ഞുവരുന്ന ആ ദേവിയുടെ കോപം ശമിപ്പിക്കാൻ ഈ രൂപം കാണണമെന്ന് പരമേശ്വരൻ സുബ്രഹ്മണ്യനോട് നിർദ്ദേശിച്ചതനുസരിച്ച് കൈലാസ കവാടത്തിൽ വർണ്ണപ്പൊടികൾ കൊണ്ട് കളം വരച്ചു. ഇതാണ് ആദ്യ കളം എന്നാണ് ഐതിഹ്യം. ദേവിയുടെ ഈ രൂപമാണ് വടക്ക് പുറത്തു പാട്ടിന് വരയ്ക്കുന്നത്. പുതുശ്ശേരി കുറുപ്പന്മാരാണ് അവിടെ കളം വരയ്ക്കുന്നത്. ദേവിയുടെ ഈ രൂപം വരച്ച് ആരാധിക്കുന്നത് നാടിനും നാട്ടുകാർക്കും വളരെ ശ്രേയസ്കരാണ് എന്നാണ് പറയുക. കളമെഴുത്തിനെ കുറിച്ചുള്ള ഈ ചെറിയ ഒരു ഐതിഹ്യം എൻ്റെ കഥാപ്രേമികൾക്ക് വളരെ ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.